മറ്റൊരു ഇന്ത്യ പാക് പോരാട്ടം വരവായി. വീഡിയോയിൽ കിടക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലേക്ക് ചെറിയ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏറെ ആവേശത്തോടെയാണ് ഇരു ടീമിൻ്റെയും ആരാധകർ സ്വീകരിച്ചത്. ഇപ്പോഴത്തെ അടുത്തു തന്നെ കൂടുതൽ ഇന്ത്യ പാക് മത്സരങ്ങൾ ആരാധകർക്ക് കാണാനാകും. ഈ വർഷത്തെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സെപ്റ്റംബറിൽ നടത്താൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തീരുമാനിച്ചതായി ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണിത്. ടൂർണമെൻറ്റിൻ്റെ വേദിയാകേണ്ടത് ഇന്ത്യ ആയിരുന്നെങ്കിലും നിഷ്പക്ഷ വേദിയിലായിരിക്കും മത്സരങ്ങൾ എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയും പാകിസ്ഥാനും ആതിഥേയരാകുന്ന ടൂർണമെൻറ്റുകൾ നിഷ്പക്ഷ വേദിയിൽ നടത്താനുള്ള ACCയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത്. ഇതോടെ ശ്രീലങ്കയോ UAEയോ ടൂർണമെൻറ്റിന് വേദിയായേക്കും. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകില്ലെന്ന് തീരുമാനിച്ചിരുന്നു. ഇതോടെ ഹൈബ്രിഡ് ഫോർമാറ്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടത്തിയത്. സെപ്റ്റംബറിൽ T20 ഫോർമാറ്റിലായിരിക്കും ടൂർണമെൻറ്റ് നടത്തപ്പെടുക. അടുത്ത വർഷം ഫെബ്രുവരിയിലും മാർച്ചിലും ഇന്ത്യയിലും ശ്രീലങ്കയുമായി നടക്കാനിരിക്കുന്ന 2026 T20 ലോകകപ്പിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് ഏഷ്യ കപ്പ് T20 ഫോർമാറ്റിൽ മത്സരങ്ങൾ നടത്തുന്നത്. ഇതിൽ പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലായിരിക്കും നടക്കുക. 8 ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യ കപ്പിൽ 19 മത്സരങ്ങളുണ്ടാവും. സെപ്റ്റംബർ 2 വാരം മുതൽ 4 വാരം വരെയാണ് ടൂർണമെൻറ്റ്. 2 ഗ്രൂപ്പുകളിലായി ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE, ഒമാൻ, ഹോങ്കോങ് എന്നീ 8 രാജ്യങ്ങൾ പോരിനിറങ്ങും. 4 ടീമുകളെ 2 ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് മത്സരം നടക്കുക. എന്തായാലും വമ്പൻ മത്സരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് പിറകെ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.